Hello guys, welcome back to Cricket Talks with Kiran. Chennai Super Kings versus Rajasthan Royals. അവസാന സ്ഥാനം ഒഴിവാക്കാനുള്ള മത്സരമാണ് ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെപ്പോക്കിൽ നടക്കേണ്ട മത്സരമായിരുന്നു. എന്നാൽ IPL സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ വെന്യൂസിലൊക്കെ ചില ചേഞ്ചസ് വന്നു. അത് കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ഹോം മത്സരം കളിക്കുന്നത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. ഇനി ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പ്ലേ ഓഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ഇമ്പാക്റ്റ് ഉള്ള മാച്ച് ഒന്നുമല്ല. ഒരു ഡെഡ് റബ്ബർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീട് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ അവസാന സ്ഥാനം ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് രണ്ട് ടീമുകൾക്കുള്ളത്. പോയിന്റ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായിട്ട് RR 9ാം സ്ഥാനത്താണ്. CSK 12 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായിട്ട് അവസാന സ്ഥാനത്താണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മത്സരത്തിൽ തോൽക്കുന്ന ടീം അവസാന സ്ഥാനത്തായിരിക്കും ഫിനിഷ് ചെയ്യുക. രാജസ്ഥാന്റെ അവസാന മത്സരമാണ്. ഇനിയിപ്പോൾ ചെന്നൈക്ക് ഒരു മത്സരം കൂടി ബാക്കിയുണ്ടെങ്കിലും ഇന്ന് തോറ്റു കഴിഞ്ഞാൽ അടുത്ത മത്സരം അവരുടേത് GT ആയിട്ടാണ്. ഇപ്പോൾ നെറ്റ് റൺ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ RRനേക്കാൾ കുറവാണ് CSKയുടേത്. RR ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ നെറ്റ് റൺ റേറ്റിനെ മറികടക്കുക, അതും പ്രത്യേകിച്ച് GTക്കെതിരെ മറികടക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ എഫേർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരം ഇനി ആരാണ് തോൽക്കുന്നതെങ്കിലും അവർ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി പ്ലേയേഴ്സിന്റെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ടീമുകൾക്കും സാരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇവിടെ ചില ബ്രൈറ്റ് സ്പോട്സും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഹോം ടീമിലേക്ക് തന്നെ വരാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ പല വീഡിയോകളിലും എടുത്തെടുത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ പവർ പ്ലേയിലായാലും അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിലായാലും ഇന്റന്റ് ഇല്ലാത്തൊരു ബാറ്റിംഗ്, അതുപോലെ തന്നെ ബോളിങ്ങിൽ ഉള്ള പ്രശ്നങ്ങൾ. ഇനി ഈ ഒരു സെക്കൻഡ് ഹാഫിലേക്ക്, ഈ സീസണിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇവർക്ക് കുറേ പോസിറ്റീവ് സൈൻസ് ഉണ്ട് അടുത്ത സീസണിലേക്ക്. ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗിൽ ആയുഷ് മാത്രേ, അതുപോലെ തന്നെ ഉർവിൽ പട്ടേൽ, മിഡിൽ ഓർഡറിൽ ഡേവാൾ ബ്രേവിസ്, ഇവരുടെ ഫോം ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇവർക്ക് അടുത്ത സീസണിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നൂർ അഹമ്മദ് എക്സലന്റ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. ഇപ്പോൾ ഈ സീസണിൽ 20 വിക്കറ്റുകൾ നൂർ അഹമ്മദ് ഓൾറെഡി വീഴ്ത്തി കഴിഞ്ഞു. ഒരു യങ് പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ CSKക്ക് ഭാവിയിലേക്കുള്ള ഒരു അസറ്റാണ് നൂർ അഹമ്മദും. പിന്നീട് ഖലീൽ അഹമ്മദ് നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. എന്നാൽ അവസാന മത്സരങ്ങളിൽ കുറച്ച് എക്സ്പെൻസീവ് ആയി, പ്രത്യേകിച്ച് RCBക്കെതിരെ മത്സരത്തിലൊക്കെ നന്നായിട്ട് എക്സ്പെൻസീവ് ആയി. എങ്കിലും ഇൻ ടോട്ടൽ ഡീസന്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് CSKയെ സംബന്ധിച്ച് പോസിറ്റീവ് സൈൻ. അടുത്ത സീസണിൽ ഗെയ്ക്വാദ് മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 5 തന്നെ ഇവർക്ക് കിട്ടും. നോക്കിക്കഴിഞ്ഞാൽ ആയുഷ് മാത്രേ, ഗെയ്ക്വാദ്, ഉർവിൽ പട്ടേൽ, നമ്മുടെ ഡേവാൾ ബ്രേവിസ്, അങ്ങനെ വരുമ്പോൾ നല്ലൊരു ബാറ്റിംഗ് ഓർഡർ അടുത്ത സീസണിൽ ഇവർക്ക് ലഭിക്കും. അപ്പോൾ ഈ സീസണിലെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്റന്റ് ഇല്ലായ്മയൊക്കെ അടുത്ത വർഷം സോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് CSKയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സൈൻസ് ആയിട്ട് ഈ സീസണിൽ നിന്ന് പറയാനുള്ളത്. ഇനി RRനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓപ്പണേഴ്സിന്റെ ഫോം തന്നെയാണ്. ഇപ്പോൾ ജയ്സ്വാൾ ആയാലും വൈഭവ് സൂര്യവംശി ആയാലും നന്നായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. CSKയേക്കാൾ RR ഫാൻസിന് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡൈജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാവുന്ന എത്ര മത്സരങ്ങളാണ് RR തോറ്റത്, പ്രത്യേകിച്ച് അവരുടെ മിഡിൽ ഓർഡർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഫിനിഷിംഗ് ഇല്ലാത്തത് കാരണം മിനിമം ഒരു 4 മത്സരങ്ങളെങ്കിലും അവർ തോറ്റു. അപ്പോൾ ഇവരുടെ ടോപ്പ് ഓർഡർ മിക്കവാറും മത്സരങ്ങളിൽ അവർക്ക് നല്ല സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 2-3 മത്സരങ്ങളിൽ മാത്രമാണ് ജയ്സ്വാൾ ഫോം ഔട്ട് ആയത്. അത് കഴിഞ്ഞ് ജയ്സ്വാൾ ഫോമിലേക്ക് വന്നതോടുകൂടി അവരുടെ ടോപ്പ് ഓർഡർ നല്ല പെർഫോമൻസ് ആണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ മിഡിൽ ഓർഡർ, പ്രത്യേകിച്ച് ജുറലും ഹെഡ്മേയറിനും ഒന്നും മത്സരം ഫിനിഷ് ചെയ്യാനാവാതെ പോയി. ഇപ്പോൾ 6 പന്തിൽ നിന്ന് 9 റൺസ് വേണ്ടെടുത്ത് 2 മത്സരങ്ങൾ തുടർച്ചയായി തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു പ്രശ്നം, ആ ഒരു മിഡിൽ ഓർഡർ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിലെ ഒരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ മത്സരങ്ങളൊക്കെ ഇവർ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ സമയത്ത്, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരൊരു ടോപ്പ് 5 ഉണ്ടായേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സീസൺ എന്തായാലും പോയി. ഇനി അടുത്ത സീസണിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ബോളിംഗിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. ആർച്ചർ മാത്രമാണ് കാര്യമായിട്ട് പെർഫോമൻസ് മുന്നോട്ട് വെച്ചത്. ഫസൽ ഫറൂഖിയൊക്കെ എക്സ്പെൻസീവ് ആവുക എന്നല്ലാതെ ഈ സീസണിൽ ഒറ്റ വിക്കറ്റ് പോലും നേടിയിട്ടില്ല. സന്ദീപ് ശർമ്മ കഴിഞ്ഞ സീസണിലെ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്തില്ല. അത് മാത്രമല്ല ഇഞ്ചേർഡ് ആയിട്ട് പുറത്തായി. സഞ്ജു സാംസൺ ഒരു ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് ഡെലിവറി ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റിയാൻ പരാഗ് കഴിഞ്ഞ സീസണിലെ ആ ഒരു പെർഫോമൻസ് ഈ സീസണിൽ എടുത്തില്ല. എങ്കിലും 400 റൺസ് ആവാൻ ഒരു 10 റൺസ് കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു മിഡിലിംഗ് സീസൺ, ബെസ്റ്റ് അല്ല എന്നാൽ വേസ്റ്റും അല്ല എന്നൊരു അവസ്ഥയാണ്. ജുവലിൽ ചില മത്സരങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ചില മത്സരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ആ ഒരു മത്സരം ക്ലോസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹെഡ്മേയറിന് ഒരു ഫ്ലോപ്പ് സീസൺ തന്നെയായിരുന്നു ഇത്. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. ഇനി അടുത്ത സീസണിലേക്ക് വരുമ്പോൾ വൈഭവിന്റെ ആ ഒരു പ്രകടനമാണ് ഇവർക്കൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് എടുത്തു പറയാനുള്ളത്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സരം നടക്കുന്നത് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. അതൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണ്. ഇപ്പോൾ നടന്ന എല്ലാ ഇന്നിംഗ്സുകളിലും മിനിമം 185 റൺസ് പ്ലസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നമ്മൾ ശ്രദ്ധിച്ചറിയാം. അപ്പോൾ നല്ലൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് തന്നെ ആയിരുന്നു. 2 സെഞ്ചുറികളാണ് കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞത്. ഇപ്പോൾ KL രാഹുൽ DCക്ക് വേണ്ടി സെഞ്ചുറി അടിച്ചു. അവരൊരു 199 എന്നൊരു സ്കോറാണ് പോസ്റ്റ് ചെയ്തത്. അത് അനായാസം GT മറികടന്നു. സായി സുരേഷ് സെഞ്ചുറി അടിച്ചു. ഗില്ല് 93 റൺസ് എടുത്തു. വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ആ ഒരു സ്കോർ അവർ മറികടന്നു. അതുപോലെ തന്നെ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിനുള്ളത്. പിന്നീട് ബൗളേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിച്ചിൽ ഫാസ്റ്റ് ബൗളേഴ്സിനേക്കാൾ കൂടുതൽ ഹെൽപ്പ് കിട്ടിയിട്ടുള്ളത് സ്പിന്നേഴ്സിനാണ്. എന്നിരുന്നാലും നമ്മളിപ്പോൾ ചെപ്പോക്കിൽ കളിക്കുന്ന പോലെ ആയിരിക്കില്ല. ഒരു ഹൈ സ്കോറിംഗ് ഗെയിം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അറൗണ്ട് 200 എങ്കിലും വരുന്ന ഒരു ഹൈ സ്കോറിംഗ് ഗെയിം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ടോളിലേക്ക് വന്നു കഴിഞ്ഞാൽ CSKയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 4 ഫോറിൻ പ്ലേയേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഡെവൻ കോൺവേ, ഡേവാൾ ബ്രേവിസ്, നൂർ അഹമ്മദ്, മദീഷ പദ്രാന.
ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ഫോറിൻ പ്ലേയേഴ്സ് ഇവരാണ്. അപ്പോൾ ഇവർ തന്നെ കളിക്കാനാണ് ചാൻസ്. CSK ഇനി എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരുമെന്ന് അറിയില്ല. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനെ ഉപയോഗിച്ച ടീം CSK തന്നെയാണ്. അത് സാധാരണ CSK ചെയ്യുന്നതിൽ നിന്ന് നേർ വിപരീതമാണ് ഈ സീസണിൽ സംഭവിച്ചത്. ഇനി ഇന്നത്തെ മത്സരത്തിൽ വലിയ ചേഞ്ച് പ്രതീക്ഷിക്കുന്നില്ല. ഇനി RRന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും വലിയ ചേഞ്ച് അവിടെയും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അവരുടെ ടീമിൽ ഒരു എക്സൈറ്റിംഗ് യങ് ടാലന്റ് ഉണ്ട്, ലുവാൻ ഡി പ്രിട്ടോറിയസ് എന്ന് പറഞ്ഞിട്ട്. SI T20യിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചൊരു പ്ലെയറാണ് പ്രിട്ടോറിയസ്. ഇപ്പോൾ ട്രെന്റ് ബോൾട്ടിനെ വളരെ അനായാസമായിട്ട് ബൗണ്ടറി കടത്തുന്നതൊക്കെ ആ ഒരു SI T20യിൽ നമ്മൾ കണ്ടതാണ്. പ്രിട്ടോറിയസ് ഒരു ഓപ്പണറാണ്, അതുകൊണ്ട് തന്നെ ചാൻസ് കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതല്ലാതെ വലിയ ചേഞ്ചസ് അവിടെയും പ്രതീക്ഷിക്കുന്നില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. CSK നിരയിൽ നിന്ന് ഉർവിൽ പട്ടേൽ. ഇപ്പോൾ ഒന്ന് ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഉർവിൽ പട്ടേൽ കളിച്ച കളി നമ്മൾ കണ്ടതാണ്. ചെറിയൊരു ഷോർട്ട് ഇന്നിംഗ്സ് ആണെങ്കിലും ഹൈലി എക്സ്പ്ലോസീവ് ഇന്നിംഗ്സ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എങ്ങനെയായിരിക്കും ഉർവിൽ പട്ടേൽ കളിക്കുന്നതെന്ന് അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ RRന്റെ സൈഡിൽ നിന്ന് സഞ്ജു സാംസൺ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ സഞ്ജുവിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ റീസൺ സിമ്പിൾ ആണ്. എല്ലാ സീസണുകളിലും സഞ്ജുവിൽ നിന്ന് നമ്മൾ ഇമ്പാക്ട് പെർഫോമൻസ് കാണുന്നതാണ്. പക്ഷേ ഈ സീസണിൽ അങ്ങനെ ഓർത്തിരിക്കാനാവുന്ന ഒരു പ്രകടനം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടില്ല. ഇത് ഈ സീസണിലെ അവസാന മത്സരമാണ്. അപ്പോൾ ഈ മത്സരത്തിൽ സഞ്ജു എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് ആരായിരിക്കും വിജയിക്കുക? ചെന്നൈ സൂപ്പർ കിങ്സോ അതോ രാജസ്ഥാൻ റോയൽസോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.